സേവ് ദ ഡേറ്റ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നേരെ ഇങ്ങോട്ട് വിട്ടോ. നല്ല കിടിലൻ സ്പോട്ടാണ്. ഗാത്തുന് നല്ല പേടിയെടുത്തിരിക്കുക. പേടിക്കണ്ട ചേർത്തു, ചേട്ടല്ലേ കൂടെ. കാട്ടിൽ വിളിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ താഴോട്ട് പോവാം. ഓഫ് റോഡാണ്. ഓ ഗൈസ്, ഞാൻ അറിയാതെ ആനപ്പട്ടത്തി ചവിട്ടിക്കുന്നു. എൻ്റെ കഷണ്ടിയായ മുടിയെല്ലാം ഇനി വളരുന്നതാണ്. പാലമാണ് ഗൈസ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല ഉറപ്പുള്ള പാലമാണ് ഇത്. എനിക്കൊന്നും ഇത് ബ്രിട്ടീഷുകാരൻ കണ്ട് പണിഞ്ഞ പാലമാണെന്ന് തോന്നുന്നു. അത് ഇത്ര ഉറപ്പ്. പക്ഷെ ആശ അടങ്ങിയിരിക്കണ കല്ലെന്നെടുത്തറിയല്ലേ ഡാ. ഇപ്പം വരൂടാ, നിന്നെ കുത്തിക്കൊല്ല ഇപ്പം വരൂടാ. അപ്പോൾ അവിടെ ആന നിൽപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആന കണ്ടുവരാം. ഇവിടെ വരെ ഒന്നുമില്ല, നമുക്കൊരു ആനയോടെ കണ്ടു. നമ്മൾ ഇപ്പം ഏകദേശം ചെയ്തിട്ടുള്ള വീഡിയോയിൽ പാതി മുക്കാൽ കണക്ക് മലയും അതും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണെന്ന് തോന്നുന്നത്. ഇവിടെ ആനയൊക്കെ കാണാൻ പറ്റുമെന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ആന കാണാൻ പറ്റുന്നില്ല, ആന ക്രോസ് ചെയ്യുമെന്ന്. ഇതെന്തോടെ ഇങ്ങനെ പിടിച്ചേക്കുന്നത് ഇപ്പം? ഓ, എൻ്റെ അനിയത്തിയുടെ വീഡിയോഗ്രാഫി ഭയങ്കര മോശം. സ്പോട്ടിൻ്റെ ഉള്ളിലോട്ട് നല്ല കിടിലം അഡ്വഞ്ചർ പോലുള്ളൊരു സ്ഥലമാണ്. ഫുള്ള് ഒരു മനോഹര ഒരു പച്ചപ്പ്. ഇത് അവിടെ ആ ഷട്ടർ അടച്ചിട്ടേക്കുക. ഇവിടെ കുളിക്കിറങ്ങുന്നെങ്കിൽ കുളിക്കിറങ്ങാം. അത്രയ്ക്ക് ആഴമൊന്നുമില്ല അവിടെ ഒന്നും. നമ്മുടെ ഇത് ലൊക്കേഷൻ വരുന്നത് കറക്റ്റ്. നിങ്ങൾ തെളിഞ്ഞ വെള്ളം ഒഴുകുന്നുണ്ട്. ഇതിനകത്ത് കുളിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് വെള്ളം. ആരിലൊക്കെ മൂത്രമൊഴിച്ച് വിടുന്നുണ്ടോയെന്ന് അറിയാൻ വയ്യ. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ ആദർശിൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ആദർശ് മച്ചാൻ്റെ വീട്ടിൽ വന്നിട്ട് നമ്മൾ നേരെ ഒരു ചെറിയൊരു ട്രിപ്പ് പോവാണ്. ഇവിടെ അടുത്തുള്ളൊരു ചാലിയക്കര എന്ന് പറയുന്നൊരു ബ്യൂട്ടിഫുള്ളായ മനോഹരമായ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ പോവാണ്. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും പിന്നെ നമ്മുടെ ആദർശിൻ്റെ ചേച്ചിയുണ്ട്. നമ്മൾ ആദർശിൻ്റെ വീട്ടിൽ നിന്നാണ് പോകുന്നത്. നേരെ ആദർശിൻ്റെ വീട്ടിലോട്ട് വന്ന് ആദർശിൻ്റെ വണ്ടി അവിടെ ഇരിക്കുന്നു ഗൈസ്. ഇല്ലടാ, കാണുന്നില്ല. വണ്ടി എടുത്ത് പോകാൻ പോകണ ഗൈസ്. നമുക്ക് അവിടെ ഇരുന്ന് കാണാം. ബൈ ബൈ. അപ്പോൾ ഗൈസ്, നമ്മൾ എൻ്റെ ചാലിയക്കര പോകുന്നതിൻ്റെ മെയിൻ ഒരു തുടക്കത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. വന്ദന വനദീപ്തി കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഫോറസ്റ്റ് ഏരിയയാണ്. ആദർശവൻ്റെ ചേച്ചിയുണ്ട്, പിന്നെ ഞാനും എൻ്റെ പെങ്ങളും ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നല്ല വിഷ്വൽ ബ്യൂട്ടിയാണ്. പക്ഷേ ഞാൻ ഫോൺ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഒന്നും എടുത്തിട്ടില്ല. കൈ പിടിച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഷേക്ക് ആവുമൊന്നും കാണാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ നല്ല നല്ല സ്പോട്ടൊക്കെ നിർത്തി നമുക്ക് ഈ വീഡിയോ എടുത്ത് പോവാം. ഓക്കെ, അനിയത്തി ഞാനും ഓക്കെ ഗൈസ്. ആണ് ഗൈസ് നമ്മുടെ വിഷ്വൽ ബ്യൂട്ടിയായ സ്ഥലം. ഇവിടെ മറ്റേ AVTയുടെ സംഭവമൊക്കെ ഉണ്ട്, തേയിലയൊക്കെ ഉണ്ട്, തേയിലത്തോട്ടമൊക്കെ ഉണ്ട്. നമ്മളിതിൻ്റെ മണ്ടയിലോട്ടാണ്. ഇതൊരു മലയെ പോലെയാണ്, ഇതൊരു മലപ്രദേശമാണ്. നമ്മളിതിൻ്റെ മണ്ടയിലോട്ടാണ് പോകുന്നത്. ഇനി പോകുന്ന വഴിയിലെ ചില കാഴ്ചകളൊക്കെ കണ്ട് പോവാം. ഇവിടെ താഴെ ഒരു കുളമുണ്ട്. കുളമല്ല, എൻ്റെ ഇവിടെ വന്നാൽ പുഴയോ? കാത്തു നീ അതിൽ നിന്ന് ഇറങ്ങല്ലേ, അതിരുന്നോ. അവിടെ ഒരു ചെറിയൊരു തോട് പോലൊരു സംഭവമുണ്ട്. അവിടെയാണെങ്കിൽ പോയി നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം. അത് അവിടെ ആ സൈഡിൽ കൂടെ നമ്മൾ വന്ന വഴി കൂടെ അവിടെ ഇറങ്ങാൻ പറ്റും. നമ്മൾ പക്ഷേ ഇറങ്ങിയില്ല. നമ്മൾ നേരെ ഇതിൻ്റെ മണ്ടോട്ട് പോവാണ് ഗൈസ്. നേരെ കയറി വരുന്ന വഴിക്ക്, അതായത് ഞാനൊരു ആർച്ച് കണക്ക് കാണിച്ചില്ല, അതിൻ്റെ നേരെ കയറി വരുന്ന വഴിക്ക് ആദ്യം കാണുന്ന ബസ് സ്റ്റാൻഡുണ്ട്. ഈ ബസ് സ്റ്റാൻഡ്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെറിയൊരു ഇടവഴിയുണ്ട്. ആ ഇടവഴി നമുക്ക് ഇങ്ങനെ പോകാം. ഒരു സ്കിഡിലും സ്ഥലമുണ്ട് ഗൈസ്. കാലുവിനെടുക്കുന്നു. ആ പാലമാണ്, കിഡിലെ സ്ഥലമാണ്. അവിടെ പോയി നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. നമ്മൾ നേരെ അങ്ങോട്ട് പോകണം ഗൈസ്. പാറക്കല്ലൊക്കെയാണ്, സൂക്ഷിച്ച് കണ്ടൊക്കെ ഇറങ്ങി പോകണം. ഇതാണ് ആ പാലം. ഏത് ബ്രിട്ടീഷുകാരുടെ നൂറ്റാണ്ടിലാണ് നിർമ്മിച്ച പാലമെന്ന് തോന്നുന്നു. തുരുമ്പൊക്കെ ഉണ്ട്. കയറിൻ്റെയൊക്കെ ഒരു അവസ്ഥ നോക്ക്, നല്ല കുലുക്കമുണ്ട് ഗൈസ്. പക്ഷെ സംഭവം പൊളിയാണ്. കൊല്ലത്തുള്ളവരൊക്കെ നേരെ പുനലൂർ ചാലിക്കരയിലോട്ട് വിട്ടോ. നല്ല കിടിലൻ സ്പോട്ട്. അയ്യോ, വീടല്ലേ എല്ലാവരും കൂടെ. ഏതാ മോനെ സ്ഥലം? പുനലൂരിൻ്റെ വിഷ്വൽ ബ്യൂട്ടി ചാലിയക്കര. അങ്ങോട്ടൊക്കെ വേറെ എന്തോ അവിടെ മറ്റേ ഇത് എടാ എന്തുവാന്ന് പറഞ്ഞേ? ഈ ആൾക്കാരൊക്കെ സംസാരിക്കുന്നതിന് പേര് എന്തു പറയുന്നത്? എടാ ആദർശേ, ഈ ആൾക്കാരൊക്കെ താമസിക്കുന്നതിൻ്റെ പേരെന്തോ? എസ്കോർട്ടോ? എസ്റ്റേറ്റിൻ്റെ അവരുടെ ഇതെന്തോ?
കോർട്ട് അവനും മറന്നുപോയി. പെട്ടെന്ന് വയ്ക്കുന്ന ആവി വരത്തില്ല. നല്ല തെളിഞ്ഞ വെള്ളം ഒഴുകുന്നുണ്ട്. ഇതിനകത്ത് കുളിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് വെള്ളം. ആരിലൊക്കെ മൂത്രമൊഴിച്ച് വിടുന്നുണ്ടോയെന്ന് അറിയാൻ വയ്യ. നല്ല കിടിലൻ വെള്ളമാണ്. കുളിച്ചൊന്ന് ഫ്രഷ് ആവാൻ പറ്റിയ സ്ഥലമാണ് ഇത്. ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ പുനലൂർ ചാലിയക്കര അക്കോഡേറ്റ് അടിച്ചു കഴിഞ്ഞാൽ വരും. ഇവിടെ ഇഷ്ടംപോലെ നല്ല നല്ല പൊളി പ്ലേസുകളും നമുക്ക് ഫോട്ടോ എടുക്കാനും നമുക്ക് ഫാമിലിയായിട്ട് വരാനും കപ്പിൾസായിട്ട് വരാനും ഫ്രണ്ട്സായിട്ടൊക്കെ വരാനും നല്ല പറ്റിയ സ്ഥലമാണ്. ഇവിടുന്ന് അങ്ങനെ പ്രശ്നങ്ങളുള്ള ഏരിയകളൊന്നുമല്ല. നല്ല നൈസ് പ്ലേസാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വരാം. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് ഇനി കുറച്ചുകൂടെ ദൂരം അങ്ങോട്ട് പോയിട്ട് ചാലിയക്കര പോകണം. നല്ല ഈ പാലം നല്ല കുലുക്കമുണ്ട് കേട്ടോ. നോക്കിയേ, നല്ല കുലുക്കമുണ്ടോ? നല്ല കുലുക്കമുള്ള പാലമാണ് ഗൈസ്. കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല ഉറപ്പുള്ള പാലമാണ് ഇത്. എനിക്ക് തോന്നുന്നത് ഇത് ബ്രിട്ടീഷുകാരൻ കണ്ട് പണിഞ്ഞ പാലമാണെന്ന് തോന്നുന്നു. അത് ഇത്ര ഉറപ്പ്. പക്ഷേ എല്ലാം തുരുമ്പടിച്ചിരിക്കുക. എൻ്റെ കളറൊക്കെ നോക്ക്. ആ രണ്ട് കമ്പിയുടെ ഇടയിൽ കൂടെ വേറെ കുറേ കമ്പി ഇട്ട് അതിനകത്ത് കുറേ പലക. എനിക്കൊരു ഡൗട്ട് എന്താ അറിയാമോ? ഈ പലകയൊന്നും പോത്തില്ലയോ എന്നാണ് എനിക്കൊരു ഡൗട്ട്. കാരണം ഇതൊക്കെ ഇരിക്കുന്നു നോക്ക്. ഈ പലകയ്ക്കൊക്കെ ഇത്രയും വർഷം ആയുസ് എങ്ങനെ കിട്ടുന്നടാ? ഇതെന്തായാലും കുറേ വർഷം പഴക്കമുള്ളൊരു പാലമായിരിക്കുമേ. ഇത് തമ്പാക്ക് തടിയോ? തമ്പാക്കോ? ഇത് ഏത് തടിയാന്ന് അറിയാമോ ഗൈസ്? ഇതോ ഇവിടുന്ന് വിട്ടുമാറിയിരിക്കുന്നത് ഇങ്ങനെയുള്ള സെറ്റപ്പാണ്. ഇതോ ഇവിടെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇവിടുന്ന് കണ്ടോ, ഇവിടുന്ന് മാറിയിരിക്കുമെന്ന് കണ്ടോ ആ കമ്പികൾ. കറക്റ്റ് അറിയാൻ വയ്യ എന്തോ സംഭവം. ഇതോ ഇവിടുന്ന് മാറിയിരിക്കുന്നുണ്ടോ? ഇത് മറ്റേ ലൈൻ കമ്പിക്കകത്തൊക്കെ ഇരിക്കുന്ന കേബിളാണ് കണ്ടിട്ട്. ആദർശ് മച്ചാൻ എല്ലാവരും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യടാ ഗൈസ്. നമ്മുടെ പിള്ളേരുണ്ടെങ്കിൽ ചെക്കൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൊടുക്കണം കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ കൂടും. ആദർശ് മച്ചാൻ്റെ പവറും സപ്പോർട്ട് പവറൊക്കെ നമുക്ക് അറിയണം. നല്ല കിടിലൻ സ്ഥലമാണ് ഗൈസ്. ഈ പാലത്തിൽ നിന്ന് രണ്ടുമൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് നേരെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് പോവാം. ചാലിക്കര എസ്റ്റേറ്റ് അതിൻ്റെ സൈഡിലോട്ട് പോവാം. ബാബാ പോവാം. വാ ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാം ചേച്ചി. ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ കയറി വരുമ്പം ഒരു അമ്പലം കഴിഞ്ഞിട്ട് നേരെ അതിൻ്റെ നമുക്കൊരു ഇടത്തെ സൈഡിൽ കൂടെ ഒരു റോഡ് കാണാം. ആ റോഡ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഇതിന് നല്ല കിടിലം ഒരു അഡ്വഞ്ചർ, ഒരു ഓഫ് റോഡ് പോലൊരു സ്ഥലം കാണും. ഒരു പള്ളി കഴിഞ്ഞിട്ടാണ്, ഒരു പള്ളിയും ഇടത്തെ വശത്ത് ഒരു പള്ളിയും വലത്തെ വശത്ത് ഒരു അമ്പലവും കഴിഞ്ഞിട്ടാണ് നേരെ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ ഒരു സ്പോട്ട്. ഈ ഒരു സ്പോട്ടിൻ്റെ ഉള്ളിലോട്ട് നല്ല കിടിലം അഡ്വഞ്ചർ പോലുള്ളൊരു സ്ഥലമാണ്. ഫുള്ള് ഒരു പച്ചപ്പ്. തമിഴ്നാട്ടിലെ അവന്മാരൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇവിടെ ഭയങ്കര പച്ചപ്പ്. ഒരു മനോഹാരിതയാണ് ഇനി അങ്ങോട്ട് പോകുന്നത്. അങ്ങോട്ട് ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങൾ മൊത്തം. പേടിയുണ്ടോ? ഇരുട്ടാ. നമ്മൾ ഉള്ളിലോട്ട് ഫുള്ള് ഒരു ദിവസം ഞാനും വേറൊരു കൂട്ടനും എന്നിട്ട് രാത്രിയിലായിരുന്നു ഇതൊരു വന്നത്. പേടിച്ചു പോയി. അപ്പോൾ ഫുള്ള് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഓഫ് റോഡാണ്. ഓഫ് റോഡല്ല, ഒരു ഇരുണ്ട സ്ഥലമൊന്നും പറയാൻ പറ്റത്തില്ല. എന്തും പറയുന്നത്, ഒരു രണ്ട് സൈഡും ഫുള്ള് ബ്ലാങ്കാണ്. ഇത് രണ്ട് സൈഡും ഫുള്ള് കാടൊക്കെയാണ്. പക്ഷെ വലിയ മൃഗശല്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല കിടിലൻ സ്ഥലമാണ്. അവരവിടെ ഫോട്ടോ എടുപ്പൊക്കെ നടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. നമ്മൾ ഓണമായിട്ട് പ്രത്യേകിച്ച് എങ്ങും പോയിട്ടില്ല. അതുകൊണ്ട് ഓണത്തിന് എന്തായാലും എങ്ങോട്ടെങ്കിലുമൊക്കെ ട്രിപ്പ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ കൂട്ടാനെ ആദർശനെ വിളിച്ചത്. അവനൊരു യൂട്യൂബ് ചാനലൊക്കെ വെച്ചിട്ടുണ്ട്, ആദർശ് മച്ചാൻ എന്നാണ് എൻ്റെ പേര്. നമ്മളെന്നിട്ട് അവനെയും വിളിച്ചിട്ട് അവൻ്റെ ചേച്ചിയും ഞാനും പിന്നെ എൻ്റെ അനിയത്തിയും കൂടെ നേരെ നമ്മളിങ്ങോട്ട് ചാലക്കലൊരു ചെറിയൊരു ട്രിപ്പ് കണക്ക് ഓണമൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഗൈസ്. അപ്പം നമുക്ക് നേരെ സ്പോട്ടിലോട്ട് പോവാം. ഇതാണ് ഗൈസ് നമ്മൾ പോകുന്ന വഴി. നേരെ പോയിട്ട്, കാരണം രണ്ട് സൈഡും കാടൊക്കെയാണ്. ഇത് താഴെ ചെറിയൊരു ആറ് പുഴ പോലൊരു ഇതൊക്കെ ഒഴുകുന്നുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അഡ്വഞ്ചർ അവിടെ വണ്ടി. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ വന്നെത്തിയിട്ടുണ്ട്. നമ്മുടെ കറക്റ്റ് അവിടെ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് എന്തൊക്കെയോ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. അക്കുഡേറ്റ് അയ്യോ. അപ്പോൾ നമ്മൾ
നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇനി ഇവിടുത്തെ കാഴ്ചകളെ കാണിച്ചു തരാം. നിങ്ങളെടുത്ത് നല്ലൊരു കുട്ടി മൂന്നാറും പിന്നെ ഇവിടുത്തെ പുനലൂരിൻ്റെ ഒരു ഭംഗിയും നല്ല രസമാണ്. ഇവിടെ ഒരു ഹൈ റേഞ്ച് മേഖലയൊക്കെ ആയതുകൊണ്ട് നല്ല രസം ഇവിടെ കാണാൻ. നല്ല അത്യാവശ്യം ഫ്രണ്ട്സും ഇപ്പോൾ ഇവിടെ നല്ല അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് ഫുള്ള് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാണിച്ചു തരും ഇവിടുത്തെ സ്ഥലങ്ങൾ കാണിച്ചത്. ഇതാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ. ഇവിടെ കുളിക്കിറങ്ങാൻ അത്രയ്ക്ക് ആഴമൊന്നുമില്ല ഇവിടെ ഒന്നും. നമ്മുടെ കരയ്ക്ക് താഴെ ആഴമുള്ളൂ. പിന്നെ ഇവിടെ ഇതൊക്കെ പണ്ടത്തെ എന്തോ സംഭവം ഇവിടെ എത്ര വർഷം പഴക്കം കാണുമെന്തോ. അത് ഷട്ടറാന്ന് തോന്നുന്നത്. എടാ ഷട്ടറാന്നോടാ, നോക്കിയേ ആദർശേ. ആ ഷട്ടർ കണ്ടത് അല്ലേ? ഷട്ടറല്ലേ ഷട്ടർ? ഇത് അവിടെ ആ ഷട്ടർ അടച്ചിട്ടേക്കുക, ഇവിടെ തുറന്നു വിട്ടേക്കുക. നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ ഒതുക്കി വെച്ചിട്ട് നല്ല വലിയൊരു മരം. ഇവിടെ ഇഷ്ടംപോലെ ഇപ്പം മുമ്പൊന്നും ആൾക്കാരൊന്നും വരത്തില്ലായിരുന്നു. ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വരക്കൊക്കെ തുടങ്ങി. ഇഷ്ടംപോലെ വണ്ടികളും അതും ഇതും എല്ലാം ഉണ്ട്. ഇവിടെ ഫോട്ടോ എടുക്കാം, സേവ് ദ ഡേറ്റിനും പിന്നെ അതുപോലെ തന്നെ എല്ലാത്തിനും പറ്റിയൊരു സ്പോട്ടാണ്. അപ്പം സേവ് ദ ഡേറ്റൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നേരെ ഇങ്ങോട്ട് വിട്ടോ. നല്ല കിടിലൻ സ്പോട്ടാണ്. അതെ, ആലുവ പുഴയുടെ തീരത്ത് കിടിലം ഫാമിലിയൊക്കെ ആയിട്ടുള്ള സീനില്ല. KL 85 എവിടെടാ? ആ സൈഡിലൊക്കെ നല്ല ആളാണ് ഗൈസ്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അവിടെയൊക്കെ ആൾ വന്ന് തുടങ്ങി. ആരും വരാതിരുന്നൊരു സ്ഥലമായിരുന്നു. ഇപ്പം യൂട്യൂബിലൊക്കെ ആൾക്കാരൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഞാനും ഇടും. എൻ്റെ കണ്ടിട്ട് ആരും വരുത്തൊന്നുമില്ല. ആ പടം 200 പേരേ ഉള്ളൂ. അത് ഇവിടെയൊക്കെ ഉള്ളവർ തന്നെ. അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് സീനില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എവിടാ? അവിടെ ഒന്നുമില്ല. അവിടെ ഇതിനൊക്കെ തന്നെ സംഭവം തന്നെ. എല്ലാം ഫാമിലിയായിട്ടും ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. നമ്മളും ഫാമിലിയായിട്ട് വന്നതാ. പക്ഷേ നീ വ്ലോഗ് എടുക്കുന്നില്ലേ എടാ? ഓ 80% ചാർജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കഴപ്പനാണ് കേസ്. അപ്പോൾ നമ്മൾ നല്ല കിടിലം സ്ഥലമാണ്. നമ്മൾ പീസ്ഫുള്ളായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. സേവ് ദ ഡേറ്റിനും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ആർക്കെങ്കിലുമൊക്കെ വരാൻ താല്പര്യമുള്ളവരൊക്കെ നേരെ വരാം. ചാലിയൊക്കെ അക്കോമഡേറ്റ് നിന്ന് അടിച്ചു കഴിഞ്ഞാൽ മതി. നിങ്ങൾക്ക് സ്ഥലം ഇവിടെ നമ്മുടെ ഈ പ്ലേസ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുകൊണ്ടൊന്ന് എത്തിച്ചേരും. സിനിമ ഷൂട്ടിങ്ങിനും എല്ലാത്തിനും പറ്റിയ സ്ഥലമാണ്. നമുക്ക് എന്തെങ്കിലും ഹൊറർ ഇവിടെ രാത്രി ഒരു ദിവസം നമ്മൾ രാത്രി വന്നത് ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി. അന്ന് രാത്രി വന്ന സമയത്ത് ഇവിടെയൊക്കെ നല്ല ഇരുട്ടായിരുന്നു. രാത്രി സമയമൊക്കെ ഇവിടെ കണ്ടു നമ്മൾ പേടിച്ചു പോയി. മരത്തിലൊക്കെ എന്ത് കണ്ടെങ്കിൽ തൂങ്ങി കിടക്കുന്ന കണ്ടപ്പോൾ എന്തിൻ്റെ ഒരു കരിയിലൊക്കെ എന്തോ തൂങ്ങി കിടക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ആരോ തൂങ്ങിക്കുമെന്ന് എന്തൊക്കെ വിചാരിച്ച് അന്ന് പേടിച്ചിട്ട് അവിടെ നിന്ന് പോയത്. കിടിലൻ സ്ഥലമാണ് സത്യം പറഞ്ഞാൽ, കിടിലൻ സ്ഥലമാണ്. പിന്നെ കൊല്ലത്തുള്ളവർക്കും പിന്നെ ഇവിടെ കൊല്ലം അടുത്തുള്ളവർക്കും എവിടെ നിന്നുള്ളവർക്കും വന്ന് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. കുളിക്കാനൊക്കെ ഇപ്പോഴും നല്ല അത്യാവശ്യത്തിന് നല്ല വെള്ളമുണ്ട്. കുളിക്കണമെങ്കിൽ കുളിക്കാം. അത് അത്രയും മോശം വെള്ളമൊന്നുമല്ല, നല്ല വെള്ളം തന്നെ. ആ സൈഡിലൊക്കെ കുറച്ച് വേസ്റ്റ് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് ഇറങ്ങി കുളിച്ച് കഴിഞ്ഞാൽ എൻജോയ് ചെയ്ത് കുളിക്കാം നമുക്ക്. ഇതേ ഇതൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട്. രണ്ടിത് വഴിയാണ് പോകുന്നത്. നമ്മൾ വന്നത് അത് വഴിയാ. നേരെ ഇവിടെ ഇറങ്ങി കുളിച്ചാൽ മതി. നല്ല ക്ലൈമറ്റ്, നല്ല ഇതൊക്കെയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ചാലിയക്കരയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അവരവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. എന്തോടാ പറഞ്ഞോ? അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ നമുക്ക് മറ്റേ സ്ഥലത്തോട്ട് ഇവിടെ അടുത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടേക്ക് ഒന്ന് പോയി ചുറ്റി കറങ്ങിയിട്ടൊക്കെ വരാം. അപ്പോൾ ഓക്കെ ഗൈസ്, എല്ലാവരും പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പിന്നെ ലൈക്ക് അടിച്ച് ആ ബെൽ ബട്ടൺ കൂടെ അമർത്തി വെച്ചോ. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ആദർശ് മച്ചാൻ ഉടുമ്പ് ഇപ്പോണ്ട് ഗൈസ്. നമ്മൾ വീട് ഇപ്പതിന് കയറിപ്പോയി. ഏതാണ് ഉടുമ്പടി? ചാലിയക്കരയിൽ നിന്ന് മാമ്പഴത്തറയിലോട്ട് പോകുന്ന റൂട്ട് വെച്ച് കഴിഞ്ഞാൽ അവരൊരു റൂട്ട് പറഞ്ഞു തരും. നേരെ അതുവഴി വരാൻ നേരത്ത് ഇവിടെ ആനയൊക്കെ കാണാൻ പറ്റുമെന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ആന കാണാൻ പറ്റുന്നില്ല, ആന ക്രോസ് ചെയ്യുമെന്ന്. നമുക്കെന്തെങ്കിലും പോയി നോക്കാം, മുന്നോട്ട് പോയി നോക്കാം. കാത്തു നിന്ന് പിടിച്ചോടി എത്തു.
അതുകൊണ്ട് ആ സൈഡിലൊക്കെ മലയുണ്ട് ഗൈസ്. നമ്മളെവിടെ പോയി നമ്മളിപ്പോൾ ഫുള്ള് മലയാ. അതുകൊണ്ട് ആനയുടെ പിണ്ട കിടക്കുന്നുണ്ടോ? നമ്മൾ ഫുള്ള് മലകളിലൂടെയാണ് യാത്ര മൊത്തം. ഇനി നമ്മൾ അടുത്തത് മലയല്ലാതെ വേറൊരു സ്ഥലത്ത് നമ്മൾ പോകുന്നതാണ് ഉറപ്പായിട്ടും. ഇതൊക്കെ ഫുള്ള് ഇതെന്തോടെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് ഇപ്പം. ഓ എൻ്റെ അനിയത്തിയുടെ വീഡിയോഗ്രാഫി ഭയങ്കര മോശം. ഇതാ അങ്ങോട്ട് അവർ നേരെ പിടിക്കും കാണണം. കുഴപ്പമില്ല, ശരി ഞാൻ പിടിക്കാം. ഇനി വീഡിയോഗ്രാഫി സൂപ്പറായിരിക്കും. ഫുള്ള് ഫോറസ്റ്റ് ഏരിയയാണ് ഗൈസ്. ആ റോഡൊക്കെ നോക്കി എന്ത് ഭംഗിയാണ്. എൻ്റെ മോനെ വേറെ ലെവലില്ലടാ. പൊളി പൊളി. ഇതിന് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ? ഒരു താട്ട് വെച്ചാൽ പോരെ? പേപ്പറോ? ഇത് പേപ്പറാ മേടി കണ്ടേ. അത് ആനപ്പിണ്ടോ? ചന്ദനത്തിരിയുടെ കഥ ഓർമ്മിപ്പിക്കല്ലേ. ചന്ദനത്തിരിയുടെ കഥയൊന്നും ഓർമ്മിപ്പിക്കല്ലേ. ഇന്നലെ ആർസിന്റെ ചേച്ചി നല്ലൊരു ബുദ്ധി ചെയ്ത് ഇല്ലാ. പക്ഷേ തിരി എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോൾ, തിരിയും വെളിച്ചെണ്ണ എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോൾ, അത് മുക്കി എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പം ചേച്ചി ചന്ദനത്തിരി എടുത്ത് എണ്ണയിൽ മുക്കി കൊണ്ട് കൊടുത്ത്. എന്തിനാ? ഗ്രില്ല് ചിക്കൻ ഉണ്ടാക്കാൻ തീ കത്തിക്കാൻ. ചന്ദനത്തിരിയിൽ എണ്ണയിൽ ചന്ദനത്തിരി മുക്കിക്കൊണ്ട്. സൂര്യൻ അസ്തമിച്ച് വരുന്ന സമയമാണ് ഗൈസ്. നല്ല രസമുണ്ട്. നമ്മൾ ഇപ്പം ഏകദേശം ചെയ്തിട്ടുള്ള വീഡിയോയിൽ പാതി മുക്കാൽ കണക്ക് മലയും അതും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും വേറൊരു നല്ലൊരു ട്രാവൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഉടനെ നമ്മൾ മലയല്ലാത്ത വേറൊരു പ്ലേസിലോട്ട് നമ്മൾ പോകുന്നതാണ്. ഇത് ആനപ്പിണ്ട് അവിടെയും കിടപ്പുണ്ട് ഗൈസ്. കട്ടറൊക്കെ ഉണ്ട്. പിന്നെ കേരളം വേണ്ടി ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. എന്തുവാടാ പറ ദർശേ, എന്ത് പറയാനുള്ളത് പറ. ഇതാണ് ഗൈസ്, ഇതാണ് ആനപ്പിണ്ടം ഗൈസ്. നോക്കിക്കോ, ആനയുണ്ട് ഇവിടെ. ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ? ഇതുവഴി ആനയൊക്കെ പോകുന്നതാണ്ടോ. എല്ലാം കണ്ടിച്ചു ചവിട്ടിപ്പറിച്ചിട്ടേക്കും ആന. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ആനയെ കാണാം. ഇവിടെ ആനയും പുലിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഫോറസ്റ്റ് ഏരിയയാണ്, ഫുള്ള് ഫോറസ്റ്റ് ആണ്. ഞാൻ വിളിച്ച ആനയാണ്. അവിടെ ഉണ്ടായിരുന്നടാ. ഓ മറ്റേതെ കണ്ടിട്ട് ഇവർ പറഞ്ഞത് പേപ്പറും കണ്ട് ഇതൊക്കെയാന്ന് പറഞ്ഞാണ്ട് ഫ്രഷ് ആനപ്പിണ്ടം. ഫ്രഷ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 2 ദിവസം പഴക്കം കാണും. ഇത് ഏതായാലും തെച്ചിക്കോട്ട് ഗ്രാമത്തിൻ്റെ ആണോ അരിക്കൊമ്പൻ്റെ ആണോ? എന്ത് ഞാൻ ഒരു 5-6 വട്ടം ചവിട്ടിട്ടാടാ. അറിയാതെ ആനപ്പിണ്ടത്തിൽ ചവിട്ടിയാ മുടി വളരുമോ? ഇല്ല, ഞാൻ അറിയാതെ 5-6 വട്ടം ചവിട്ടിയാലോ. ആനപ്പിണ്ടം കിടക്കുന്നു. ഓ ഗൈസ്, ഞാൻ അറിയാതെ ആനപ്പിണ്ടത്തിൽ ചവിട്ടിക്കുന്നു. എൻ്റെ കഷണ്ടിയായ മുടിയെല്ലാം ഇനി വളരുന്നതാണ്. ഇത് നടന്ന കാത്തു ഞാൻ ഒരു ഡയറി മിൽക്ക് അടിച്ചു തരും. അതാ ഇവിടുത്തെ ആന ഓടും. നമ്മുടെ വണ്ടി ഓടത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. വണ്ടി കംപ്ലൈൻ്റ് ഒന്നും അല്ലല്ലേ. ഈ കാട്ടിൽ ആനയുണ്ട്. കണ്ട് ഈ കാട്ടിൽ ആനയുണ്ട് ഗൈസ്. നമ്മൾ ആനപ്പിണ്ടോ കണ്ട്. ആന ഇതുവഴി നടന്നു പോവും. കത്ത് പിടിച്ചോടി കത്തു. ഈ പോയിട്ട് വരുന്നവർക്ക് ചോദിച്ചാലോ ഇതിനകത്ത് ആനയുണ്ടെന്ന് എങ്ങനെ അറിയുന്നേ? ഒരു കല്ലെടുത്ത് എറിഞ്ഞു നോക്കിയാലോ. അത് വീടെടുക്കുന്നുണ്ട് കത്തു.
കാണിച്ചാണ് ഗായ്സ്. നമ്മുടെ റോഡൊക്കെ ഭയങ്കര മോശമാണ്, കാരണം ഇത് ഉള്ളിലോട്ടുള്ള റോഡായതുകൊണ്ട് ഇത്രയൊക്കെ വൃത്തി നോക്കിയാൽ മതി. ഇതിൽ കൂടുതൽ വൃത്തിയൊന്നും ഇവിടെ നോക്കണ്ട, കാരണം റോഡല്ലേ, ഇങ്ങനെയൊക്കെ മതി. ഫോറസ്റ്റിൽ വരെ നമുക്ക് കുറച്ച് ഓഫ് റോഡൊക്കെ ചെയ്ത് നേരെ അടിച്ചു പൊളിച്ച് പോവാം. ഈ അക്കുഡേറ്റ് വന്നിട്ട് എല്ലാവരും കറക്റ്റ് ലൊക്കേഷൻ അറിയണമെങ്കിൽ മാമ്പഴത്തറ പോകുന്ന റോഡ് ചോദിച്ചാൽ മതി, മാമ്പഴത്തറ റോഡ് ഏതാണെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഒരു കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തരും. വിട്ടിലം ഒരു ചെറിയ മൂന്നാറാണ്, നമ്മുടെ കൊല്ലത്തിൻ്റെ ചെറിയൊരു മൂന്നാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ സ്ഥലം ഇപ്പം ഇവിടെ അങ്ങോട്ടേക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് ഇരിക്കുന്നത് അത് നേരെ സൂം ചെയ്യേണ്ട, നേരെ കാണിച്ചു തരും. ഈ സ്ഥലം ഫുള്ള് മലയാണ് എല്ലാ സൈഡിലും, കാരണം ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് തമിഴ്നാടാണ്. അതെനിക്കറിയാമോ ദർശനേ, ഇതിൻ്റെ അപ്പുറം തമിഴ്നാടാ, തെങ്കാശി. ഫുള്ള് കാട് കയറണമെങ്കിൽ നമ്മൾ ഇരുട്ടിയെത്തുന്ന സമയത്ത് ഇങ്ങോട്ടൊന്നും വരാൻ പാടില്ല. നമ്മൾ കറക്റ്റ് ഒരു വൈകുന്നേരം ഇപ്പോൾ എന്തായാലും നമ്മളൊരു 6 മണിക്ക് മുമ്പ് ഇറങ്ങണം, കാരണം ഇരുട്ടി കഴിഞ്ഞാൽ എപ്പോഴും ആന വന്നാലും ഒന്നും മനസ്സിലാക്കുന്നില്ല, കാരണം വണ്ടിക്ക് വെക്കാൻ കൊള്ളോ. 2 സൈഡും കാറൊക്കെയാണ്. ഒരു ആനയെ കണ്ടു കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു, നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകായിരുന്നു. ആന പിന്തുടരാൻ മാത്രമേ വെളി വരുത്തുള്ളൂ. എന്തൊരു ആനയെ കണ്ടോ? വരുന്നവർ ശ്രദ്ധിക്കുക, അവിടെ കേരള ഫോറസ്റ്റുകാർ എഴുതി വെച്ചിട്ടുണ്ട് വന്യജീവി റോഡ് മുറിച്ച് കിടക്കുന്ന മേഖലയാണ്, അതുകൊണ്ട് വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന്. നമ്മുടെ ആൾറെഡി വാഹനത്തിൻ്റെ പുറത്ത് തന്നെയാണ്. പുറത്തുതന്നെയെന്ന് വെച്ചാൽ ബൈക്കുകാർക്ക് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമുക്ക് കാറുകാരൊക്കെ വരുമ്പം മാക്സിമം അതിനകത്ത് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക, കാരണം ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ്. ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും ഉള്ളിലോട്ട് പോവുകയാണ്. ഇതൊരു റൂട്ടാണ്, ഒരു സ്ഥലത്തോട്ട് പോകുന്ന റൂട്ട് തന്നെയാണ്, പക്ഷേ 2 സൈഡും ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് അത്ര സേഫായിട്ടുള്ള സ്ഥലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രിയിലൊന്നും മാക്സിമം പരമാവധി യാത്ര ഒഴിവാക്കുക. പകൽ വരുമ്പോഴും സൂക്ഷിച്ചും കണ്ടുമൊക്കെ വരിക. ആനക്കുട്ടികളും ആനകളൊക്കെ എപ്പോഴും വെളിയിലോട്ട് ഇറങ്ങുക. പക്ഷെ ഒരു ആനയെ കണ്ടിരുന്നെങ്കിൽ ഒരു രസമായിരുന്നു. ആനപ്പെണ്ണ് കിടക്കുന്നുണ്ടോ? ആന ഇതുവഴിയൊക്കെ വരുന്നതാണ്. അതും നാട്ടാനയൊന്നും അല്ല കേട്ടോ, കാട്ടാനയാണ്. കാട്ടാന റോഡൊക്കെ നല്ല ഓഫ് റോഡ് കണക്ക് കിടക്കുക, കാറൊക്കെ വരുന്നുണ്ട്. കാരണം ഇതുവഴി നമുക്ക് റൂട്ടൊക്കെ ഉണ്ട്, നമുക്ക് നോക്കി കണ്ട് ശ്രദ്ധിച്ചൊക്കെ പോകണം. ഗാത്തിന് നല്ല പേടിയെടുത്തിരിക്കുക. പേടിക്കണ്ട ചേത്തു, ചേട്ടല്ലേ കൂടെ. കാട്ടിൽ ആന വിളിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ താഴോട്ട് പോവാം. ഓഫ് റോഡാണ്. ഓഫ് നേരെ നമുക്ക് എവിടെ തെന്മലയോ ഇറങ്ങാൻ പറ്റുമോ? തെന്മല ഇറങ്ങാൻ പറ്റുമോ? ഇതുവഴി പോയാൽ ഓക്കെ. അപ്പം ഇതുവഴി നേരെ തെന്മല പോയിട്ട് കഴക്കൂട്ടോ? നീ എന്തൂടെ പറയുന്നത്? ആര്യങ്കാവോ? അപ്പം എന്തായാലും നമുക്ക് ഇതുവഴി പോയിട്ട് എവിടെ ചെല്ലുന്നോ അവിടെ നമ്മൾ നേരെ വീട്ടിലോട്ട് ഒരു ചായയും കുടിച്ചിട്ട്. ഓക്കെ കേട്ടോടാ? ഇതല്ലല്ലോ നമ്മൾ അവിടെ മെയിൻ റോഡിൽ ഇറങ്ങിയിട്ട്. അപ്പോൾ ഇതാണ് ഗൈസ് ഇവിടുത്തെ ബ്യൂട്ടി. ഇവിടെ നമ്മൾ നേരെ ആര്യങ്കാവ് ഇല്ലൂടെ. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് ആര്യങ്കാവ് പോവാണ്. ആര്യങ്കാവ് വഴി നേരെ ഒന്ന് ചായ കുടിച്ച് നേരെ വീട്ടിലോട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഓണം ട്രിപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ചാലിയക്കര, ആര്യങ്കാവ്, നേരെ ഒരു ചായയും കുടിച്ച് വീട്ടിലോട്ട്. അപ്പോൾ നമുക്ക് നേരെ ആര്യങ്കാവിലോട്ട് പോയില്ലടാ. ആനയൊന്നും കാണുന്നില്ല. ഒരു ആനയെങ്കിലും കിട്ടിയിരുന്നേ കാണാൻ കൊള്ളായിരുന്നു. നമുക്ക് കണ്ടിട്ട് വ്ലോഗിനകത്ത് ഉൾപ്പെടുത്താനില്ലടാ. പക്ഷെ ഇവിടെയൊക്കെ പിണ്ടം ഉണ്ടടാ. എന്ത് ഈ പിണ്ടം? ഒരു പിണ്ടം ഇവിടുത്തെ അമ്മമാർ കൊണ്ടിടുന്നോ കേട്ടോ. അതാ വഴിയാണ് നല്ല
കിടിലൻ വ്യൂ ആണ്, കിടിലൻ വ്യൂ, ഒരു രക്ഷയില്ല. ഇത് കിണ്ണം കാച്ച സ്ഥലം. ഇതെല്ലാം മറ്റേ പൈനാപ്പിൾ തോട്ടോ. ഇതാ നമ്മുടെ സൂര്യൻ അവിടെ, സൂര്യനല്ലേ, ചന്ദ്രൻ ഉദിച്ച് വരാറായിട്ടുണ്ട്. അയ്യോ ശരി, ഓക്കെ ഗൈസ്. അപ്പോൾ നേരെ നമ്മൾ ആര്യങ്കാവിലോട്ട് പോവാണ്. കല്യാണം തോട്ട് ഗൈസ്. നമ്മൾ ഇവിടെ അവിടെ ചായക്കട ഇവിടെ ഉണ്ടോടാ? ഓട്ടിട്ടുണ്ട് ചായക്കട. ചായ കുടിക്കണം, ചായ കുടിയാണ് മസ്റ്റ്. ഇവിടുത്തെ വീടൊക്കെ നോക്കട്ടെ, പണ്ടത്തെ അങ്ങനത്തെ വീട്. അപ്പോൾ അവിടെ ആന നിൽപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആന കണ്ടുവരാം. ഇവിടെ വരെ ഒന്നുമില്ല, നമുക്കൊരു ആനയോടെ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ആന അവിടെ നിൽപ്പുണ്ട്, ഒന്നും ചെയ്യുന്നില്ല, സീനൊന്നുമില്ല. പക്ഷേ അവിടെ ആന നിൽപ്പുണ്ടെന്ന് പറയുന്നത്. അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആന കാണാൻ പോവാം. കാട്ടാന ആദ്യമായിട്ടുണ്ട്, കാട്ടാന കാണാം. നമ്മളങ്ങോട്ട് പോവുകയാണ് ഗൈസ്. നമ്മൾ ആന ഉണ്ടെന്ന് പറയുന്ന സ്ഥലത്തോട്ട് നമ്മൾ പോവുക. കറക്റ്റ് അറിയത്തില്ല എവിടെ നിൽക്കുന്നതെന്ന്. നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം. നമ്മൾ ചെല്ലുമ്പോഴത്തേന് ആന അവിടെ ഉണ്ടായാൽ മാത്രം മതിയായിരുന്നു. കുറേ നേരം കൊണ്ട് അവിടെ നിൽക്കുമെന്നാണ് പറയുന്നത്. പോവായിരുന്നാൽ മതിയായിരുന്നു. ഗൈസ്, ആന ആ കാട്ടിനകത്തുണ്ട്. നമ്മളെന്തായാലും ഇച്ചിരി ലേറ്റായി പോയി, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. വിശ്വബ്യൂട്ടിയായ ചെറിയൊരു മൂന്നാറാണ് പുനലൂരുള്ള. ഇത് നമുക്ക് നേരെ തമിഴ്നാട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അവിടെ കുറേ പേര് ആനയെ കാണാനായിട്ട് അവിടെ നിൽക്കാൻ നിൽപ്പുണ്ട്. പക്ഷേ സംഭവം ആന ഉള്ളിൽ പോയി. ആന ഉള്ളിലോട്ട് ഇറങ്ങി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ കയറി വരാൻ ചാൻസ് ഇല്ല. ഇല്ലടാ പക്ഷേ അപ്പം യോഗ ഇല്ല മണിയേ. അപ്പോൾ ആയ അങ്ങ് മടക്കിക്കോ. ഇനി നമുക്ക് നേരെ പോയി ചായം കുടിച്ച് നേരെ വീട്ടിൽ പോകാൻ നോക്കാം. കാത്തു ഇതിൻ്റെ ബാക്കിൽ വണ്ടിയുടെ ബാക്കിൽ നിന്ന് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് അവൾ വണ്ടി അലപ്പായിരുന്നു. പേടിത്തൂറി, വെറും പേടിത്തൂറി. ചുമ്മാ ഒറ്റ അടി ചെന്നില്ലേ. ആശ അടങ്ങിയിരിക്കണ കല്ലെന്നെടുത്തറിയല്ലേ. ഇപ്പം വരൂടാ, നിന്നെ കുത്തിക്കൊല്ല ഇപ്പം വരൂടാ. മഴമേഘമൊക്കെ ഇങ്ങനെ മാറി മാറി പോന്നു നോക്കടാ. അവിടെ ഒരു 1/2 മണിക്കൂർ മറ്റില്ല ഹൈപ്പർലാസ് അതിനകത്തിട്ട് അതാടാ. ഇവിടെ നീ കാണുക ഇവിടെ കിടന്ന് ഭയങ്കരമായിട്ട് പേടിച്ച് എന്നെ അങ്ങ് ഉള്ളുവാ. പേടി എടാ വിട്ടാലോ, പോവാം. ഉദിച്ച ചന്ദ്രൻ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഓ ലെവല്. ഇവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ ആ കാണുന്ന തമിഴ്നാട്. അയ്യോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഓ ആ സൈഡിലൊക്കെ ആയിട്ടാണ് ആന ഇറങ്ങിയത്. ആ സൈഡിലൊക്കെ ആയിട്ടാണ് ആന ഇറങ്ങിയത്. അപ്പം നമ്മൾ നേരെ ഇനി പോവുക. ഇനി നല്ല വ്യൂ കാണുന്നതിന് നമ്മൾ കണ്ടു പൊക്കോളാം. കാരണം ലൈറ്റ് വരെ ഇരുട്ടി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നത് സീനാണ്. നമ്മൾ നേരെ അതുവഴി നേരെ പോവാണ്. ആര്യങ്കാവ് പോകാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ടാറ്റ.